ഹലോ ഗൈസ്, നമുക്കൊരു ചായ കുടിക്കാൻ പോയാലാ? എന്നോട് ഇന്നലെ എൻ്റെ അപ്പം പറയും, മാളയിൽ ഒരു ചായക്കട ഉണ്ട്, നീ വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ, അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന പറഞ്ഞു. അപ്പം ഞാൻ കരുതി പിന്നെന്താ ചെയ്ത് കളയാം. ആ വീഡിയോ ആണിത്. ആ ചായക്കട വേറെ എവിടെയോ അല്ല കേട്ടോ, നമ്മുടെ സെൻറ് ആൻ്റണി സ്കൂളിൻ്റെ ബാക്കിലുള്ള നമ്മുടെ അന്തോണി ചേട്ടൻ്റെ ചായക്കട. ഈ ചായക്കടയിൽ ചായ കുടിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, കാരണം മാളയിൽ ഒട്ടുമിക്ക എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ അത്. എൻ്റെ അപ്പം പണ്ട് ഐ.ടി.ഐ പഠിക്കുമ്പോൾ ഇവിടെ വന്ന ചായ കുടിക്കാറ്, കൂട്ടുകാരൊക്കെ ഒത്ത് ഇപ്പോഴും വന്ന് ചായ കുടിക്കുന്ന സ്ഥലമാണ് ഇപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ചായക്കടയിൽ ഇന്ന് വരെ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാനും പറഞ്ഞൊരു ചായ, അങ്ങനെ ചായയൊക്കെ കിട്ടി, അതൊക്കെ കുടിച്ച് നോക്കിയപ്പോൾ കറക്റ്റ് കടുപ്പം. എനിക്കെന്തായാലും ഇഷ്ടമായിട്ടോ ചായക്കട. ചെറിയവരെന്നില്ല വലിയവരെന്നില്ല, എല്ലാവരും ഈ ചായക്കടയിൽ വരുന്നുണ്ട്. വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ഇരിക്കാൻ സ്ഥലമൊന്നും കിട്ടിയില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്ഥലമൊക്കെ കിട്ടിയത്. അത്രമാത്രം തിരക്കവിടെ ഉണ്ടായിരുന്നു. എണ്ണപ്പലഹാരത്തിനൊക്കെ കടത്തി വെട്ടുന്ന പുഴുങ്ങിയ മുട്ടയായിരുന്നു അവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി. അയ്യോ, ഒരു കാര്യം പറയുന്നത് വിട്ടുപോയി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാളയിലെ ചായക്കടയുടെ പേര് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.